ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് 8 വേ ഡി ബി, എന്താണ് 6 വേ ഡി ബി. അതായത് നമ്മൾ ഡി ബി നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. 3 ഫേസ് ഡി ബിയിലാണ് നമ്മൾ സാധാരണ കൂടുതലായിട്ട് 8 വേയും 6 വേയും നമ്മൾ ചെയ്യുന്നത്. 8 വേ ഡി ബി എന്ന് വെച്ചാൽ 3 ഫേസിൽ 8 വേ ഡി ബി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 6 വേ ഡി ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസാണ് വരുന്നത്. RYB എന്ന് പറയുന്ന 3 ഫേസും ഒരു ന്യൂട്രലുമാണ് നമ്മുടെ സാധാരണ കണക്ഷനായിട്ട് നമ്മുടെ വീടുകളിലേക്ക് KCBയിൽ നിന്ന് വരുന്നത്. അത് നേരെ നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് വരുന്നു. മീറ്റർ ബോക്സിൽ നിന്നും ഫ്യൂസ് യൂണിറ്റ് വഴി മീറ്ററിലേക്ക് വരുന്നു. മീറ്ററിൽ നിന്ന് നേരെ ഫ്യൂസ് യൂണിറ്റ് വഴി നേരെ നമ്മുടെ ഡി ബിയിലേക്കാണ് വരുന്നത്. ഡി ബിയിൽ നിന്ന് വരുന്നത് ഐസൊലേറ്ററിലേക്ക് വരുന്നു. ഐസൊലേറ്ററിൽ നിന്നും ELCBയിലേക്ക് അല്ലെങ്കിൽ RCCBയിലേക്ക് വരുന്നു. അതിൽ നിന്ന് നേരെ സെലക്ടറിലേക്കാണ് വരുന്നത്. ഈ സെലക്ടറിൽ നിന്ന് ഓരോ ഫേസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ മുകളിൽ കാണുന്ന റെഡ് ഫേസ്, രണ്ടാമത് കാണുന്ന യെല്ലോ ഫേസ്, മൂന്നാമത് കാണുന്നത് ബ്ലൂ ഫേസ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ ഫേസിനും നമുക്ക് 8 MCBകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ച 8 വേ ഡി ബി. അതായത് അടുത്ത ഫേസിൽ നമ്മൾ 8 MCBകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 8 എന്ന് പറയുന്ന സ്ഥലത്ത് 6 MCB ആണ് വരുന്നത്. അപ്പോൾ 6 എന്ന് പറയുന്ന സമയത്ത് 6 വേ ഡി ബി. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫേസിൽ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫേസിൽ ഓരോ ഫേസിൽ റെഡ്, യെല്ലോ, ബ്ലൂ അങ്ങനെ 3 ഫേസിൽ ഞാൻ പറഞ്ഞു. ആ ഓരോ ഫേസിലും നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന MCBകളുടെ എണ്ണം ആശ്രയിച്ചിട്ടാണ് 8 വേ ഡി ബി 6 വേ ഡി ബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേസിൽ നമ്മൾ 6 MCBകളാണ് മാക്സിമം ഒരു ലെയറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആ ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ഡി ബി ആണെങ്കിൽ അത് 6 വേ ഡി ബി. 8 MCBകളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് 8 വേ ഡി ബി. ഇങ്ങനെയാണ് സാധാരണ നോർമലി വരുന്നത്. നമ്മൾ സാധാരണ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടാണെങ്കിൽ, അതായത് ഒരു 3000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 2500 മുകളിലുള്ള സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകളാണെങ്കിൽ 8 വേ ഡി ബി വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അത്രയും സർക്യൂട്ട് കാര്യങ്ങളുണ്ടാവും. ഒരു 4 ബെഡ്റൂം വരുന്ന സമയത്താണെങ്കിൽ 4 ബെഡ്റൂം അല്ലെങ്കിൽ ഒരു 3 ബെഡ്റൂം പിന്നെ ഹീറ്ററിൻ്റെ സർക്യൂട്ടുകൾ ഇതെല്ലാം വരുമ്പോൾ 8 വേ ഡി ബി ആയിരിക്കും നല്ലത്. 6 വേ ഡി ബി വെച്ചാലും പ്രശ്നങ്ങളില്ല. 6 വേ ഡി ബി വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഒരു ഫേസിൽ വരുന്നത് 6 MCB ആണ് വരുന്നത്. അപ്പോൾ 3 18 ആവും. 3 ഫേസും കൂടി വരുമ്പോൾ 3 18 സർക്യൂട്ടിനുള്ള MCBകൾ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ 8 വേ ഡി ബി ആവുന്ന സമയത്ത് 3 24 3 ഫേസും കൂട്ടി വരുമ്പോൾ 24 MCBകൾ ടോട്ടൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതായത് 24 സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റേത് നമുക്ക് 18 സർക്യൂട്ടാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചെങ്കിൽ 6 വേ ഡി ബിയിൽ 8 വേ ഡി ബിയിൽ വരുമ്പോൾ 24 സർക്യൂട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന MCB. ഇനി അത് നമ്മൾ ഓരോ റൂമിൻ്റെ സർക്യൂട്ട്, അതായത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഏതൊക്കെയാണോ പവർ സർക്യൂട്ട്, AC-യുടെ ഏതാണ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ MCBകളുടെ ആംബിയർ അനുസരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഒരു വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine